KPCC ഓഫീസിലേക്ക് മഹിളാ മോർച്ച പ്രവർത്തകരുടെ മാർച്ച്. പ്രധാനമന്ത്രിയുടെ മാതാവിനെ അധിക്ഷേപിച്ച കോൺഗ്രസ് മാപ്പ് പറയണം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സംരക്ഷിക്കുന്നത് അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചാണ് പ്രതിഷേധം. സ്വാതന്ത്ര്യ സാജു വിവരങ്ങളുമായി. സ്വാതന്ത്ര്യ, ഇപ്പോൾ മഹിളാ മോർച്ചയുടെ പ്രതിഷേധത്തിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ഈ പ്രതിഷേധങ്ങൾ രണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണല്ലോ, എന്താണ് വിശദാംശങ്ങൾ? നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഒരു വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. നിരവധി മഹിളാ മോർച്ച പ്രവർത്തകർ തന്നെയാണ് KPCC ആസ്ഥാനത്തേക്കുള്ള ഈ ഒരു മാർച്ചിന്റെ ഭാഗമായിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇവർ ഈ മാർച്ചിന്റെ ഭാഗമായി ഉന്നയിക്കുന്നത്. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ കോൺഗ്രസ് അധിക്ഷേപിച്ചു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയണം എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായി അവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് BJP വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യമൊട്ടാകെ നടത്തിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകർ ഇപ്പോൾ KPCC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നത്. മറ്റൊരു ആവശ്യം ഇവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് വലിയ രീതിയിൽ സംരക്ഷിക്കുന്നു. വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടും ആ സംരക്ഷണത്തിന് ഒരു മാറ്റവും വരുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമായി ഇവർ ഉയർത്തുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവർ പ്രതിഷേധം നടത്തുന്നത്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ ഒരു മാർച്ചിന്റെ ഭാഗമായി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ വലിയ പോലീസ് സന്നാഹം ഈ പരിസരത്ത് KPCC പരിസരത്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ആദ്യം ഒരു തവണ ഇവർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറാനുള്ള ശ്രമം നടത്തി, ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ രണ്ടാമത് വീണ്ടും ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ കയറാനുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ രണ്ടാമതും ജലപീരങ്കി പ്രയോഗം നടത്തിയിരിക്കുകയാണ്. അതിപ്പോൾ രണ്ടാം വട്ടമാണ് ജലപീരങ്കി പ്രയോഗം നടത്തുന്നത്. നിരവധി പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ ഈ KPCC ആസ്ഥാനത്തേക്കുള്ള മാർച്ചിന്റെ ഭാഗമായിരിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്നത്. ക്ഷേത്ര ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. KPCC ഓഫീസിലേക്കാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ മാർച്ച് നടക്കുന്നത്. മഹിളാ മോർച്ചയുടെ പ്രതിഷേധമാണ്. സാന്ദ്ര, ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് ആരാണ്? മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായ നവ്യ ഹരിദാസ് തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തിനായി ഇവിടെ നേതൃത്വം നൽകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വനിതാ പ്രവർത്തകർ രണ്ട് വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു വട്ടമല്ല, രണ്ട് വട്ടമല്ല, ശക്തമായി തന്നെ ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും പിരിഞ്ഞു പോകില്ല എന്നുള്ള ഒരു ഉറപ്പിച്ച് തന്നെ നിൽക്കുകയാണ് വനിതാ പ്രവർത്തകർ. രണ്ട് ഭാഗത്തേക്കുള്ള റോഡുകളും ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് നേരത്തെ തന്നെ പോലീസ് അടച്ചിരുന്നതാണ്. അവിടേക്കാണ് ഈ പ്രവർത്തകർ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. നിരവധി പ്രവർത്തകർ, പലയിടങ്ങളിൽ നിന്നെത്തിയ നിരവധി പ്രവർത്തകരാണ് ഈ ഒരു മാർച്ചിന്റെ ഭാഗമാകുന്നത്. രണ്ട് കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ പ്രധാനമന്ത്രിയുടെ മാതാവിനെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ BJPയും അതുപോലെ തന്നെ മഹിളാ മോർച്ചയും ഒക്കെ പലയിടങ്ങളിൽ നടത്തിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് കേരളത്തിലും ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാകും. പ്രത്യേകിച്ച് ജീവിച്ചിരിക്കുന്നില്ലാത്ത മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് വലിയ രീതിയിലുള്ള അധിക്ഷേപം ഉന്നയിക്കുന്നത് അത് ഒരു അത്ര നല്ല കാര്യമല്ല. അത് മാത്രമല്ല, അങ്ങനെ ചെയ്തത് വളരെ തെറ്റാണ്. ഇതിൽ കോൺഗ്രസ് ഏത് തരത്തിലായാലും മാപ്പ് പറഞ്ഞേ മതിയാകൂ എന്നുള്ള ഒരാവശ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും BJP അടക്കം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ ആവശ്യം തന്നെയാണ് ഇവരും പറയുന്നത്. കോൺഗ്രസ് ഇതിൽ ക്ഷമ പറയണം, കോൺഗ്രസ് മാപ്പ് പറയണം പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ രാജ്യത്തെ എല്ലാ ആളുകളോടും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയണമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസ് പ്രധാനമായി ആവശ്യപ്പെടുന്നത്. വീണ്ടും ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 5ഓളം വനിതാ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി KPCCയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. രണ്ട് വട്ടം ജലപീരങ്കി പ്രയോഗം നടത്തി, പക്ഷേ അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ബാരിക്കേഡ് ചാടി അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ്. വീണ്ടും മൂന്നാമതും ജലപീരങ്കി പ്രയോഗം നടത്തുമെന്നുള്ള സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിറങ്ങാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. രണ്ട് വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അവർ പിരിഞ്ഞു പോയിരുന്നില്ല. KPCC ഓഫീസിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ശ്രമം തന്നെയാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ മൂന്നാമതും ജലപീരങ്കി പ്രയോഗം ഇവിടെ നടത്തിയിരിക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡിന്റെ ഭാഗത്തു നിന്ന് മാറാതെ അവിടെ തന്നെ തുടരുകയാണ്. നമ്മൾ ആദ്യം മുതൽ കാണുന്ന ദൃശ്യം തന്നെയാണ്. അവർ ഒരു തരത്തിലും ശക്തമായി തന്നെ സമരവുമായി മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് അവർ എപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറക്കെ ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകരെ തന്നെയാണ് നമ്മൾ കാണുന്നത്. രണ്ട് വട്ടം അവർ ഇപ്പോൾ തന്നെ ഈ ബാരിക്കേഡ് മറികടന്ന് KPCC ആസ്ഥാനത്തിന്റെ അടുത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തി. അപ്പോഴൊക്കെ രണ്ട് തവണയും
ജലപീരങ്കി പ്രയോഗം നടത്തി തന്നെയാണ് അവരെ പോലീസ് മാറ്റിയത്. പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ റോഡിൽ തന്നെ തുടരുകയാണ്. അവർ പിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. പ്രതികരിക്കും കട്ടായം. എന്തൊക്കെ ആവശ്യം? കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ നിലപാടിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. നമുക്ക് നോക്കുന്ന സമയത്ത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ശ്രീ രാഹുൽ ഗാന്ധി ആരാധ്യനായ നരേന്ദ്രമോദിയുടെ മാതാവിനെ അടക്കം മോശമായിട്ട് അവഹേളിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ കേരളത്തിലും മറ്റൊരു രാഹുല്, കേന്ദ്രത്തിൽ ഒരു രാഹുല് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ മഹിളാ മോർച്ചയുടെ പ്രതിഷേധമാണ് KPCC ഓഫീസിന് നേർക്ക്.